എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പോഡ്കാസ്റ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കുറച്ച് ഡെന്റൽ സംശയങ്ങളെ പറ്റിയിട്ടാണ്. എന്താണ് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ്, അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് എന്തൊക്കെയാണ്, സ്മൈൽ കറക്ഷൻ എന്തൊക്കെയാണ്, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഒരു ഡെന്റൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജോബു ജെവി ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡോക്ടറിനോട് തന്നെ ചോദിക്കാം. ഡോക്ടർ, സ്വാഗതം. ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പല്ലെടുക്കുന്നതല്ലാതെ എന്താണ് ഡെന്റിസ്ട്രിയിലുള്ളത് എന്നുള്ളത്. അപ്പോൾ പൊതുവായ ജനങ്ങൾക്ക് ഡെന്റിസ്ട്രിയിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു അവയർനെസ് ഉണ്ടാക്കാനായിട്ട് എന്നാൽ അറിയത്തുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ഒരു അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റിയോട് ചോദിക്കുകയാണ്, കാരണം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്ലിയർ അലൈനേഴ്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താണ് കൂടുതൽ ഡോക്ടർ പറയാനുള്ളത്? ഇപ്പം നമ്മൾ നിരതെറ്റിയ പല്ലുകൾ, ഉന്തി വരുന്ന പല്ലുകൾ, ഫ്രണ്ട് ഗ്യാപ്പുള്ള പല്ലുകൾ, അങ്ങനെയുള്ള പല്ലുകൾ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അത് ഒരു പ്രോപ്പർ അലൈനാക്കിക്കൊണ്ടിരുന്നത് ട്രഡീഷണൽ ബ്രേസസ് അല്ലെങ്കിൽ കമ്പി ഇട്ട് ശരിയാക്കുക എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്നൊരു ന്യൂവർ വേർഷനായിട്ട് വന്ന ഒരു മെറ്റീരിയലാണ് ക്ലിയർ അലൈനേഴ്സ് എന്നുള്ളത്. അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി കംഫർട്ടബിളാണ്. പേഷ്യൻ്റ് സാധാരണ കമ്പി ഇടുമ്പോൾ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങൾ അലൈനേഴ്സിന് ക്ലിയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ കമ്പി കൊണ്ട് മുറിയുക, മന്ത്ലി ഉള്ള വിസിറ്റ്, ഇതെല്ലാം നമുക്ക് ഒഴിവാക്കിയിട്ട് അലൈനേഴ്സ് നമ്മളൊരു പ്രീ പ്ലാൻഡ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇനിഷ്യലി നമ്മൾ ഒരു 3D ഡിസൈനിലൂടെ, നമ്മളൊരു 3D സ്കാനിങ്ങിലൂടെ നമ്മളൊരു ഡിസൈൻ പ്ലാൻ, ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് പ്ലാൻ റെഡിയാക്കും. ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഫൈനൽ റിസൾട്ട് നമ്മൾ റെഡിയാക്കും. അതിനനുസരിച്ച് നമ്മൾ ട്രേസ് മേക്ക് ചെയ്യും. ഇതൊരു പ്ലാസ്റ്റിക് ട്രേസ് ആണ്. ഇപ്പോൾ പേഷ്യൻസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വന്തം സെൽഫായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്റ്റിക് ട്രേസ് ആണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് പോലെ നമ്മൾ ആ നിരതെറ്റിയ പല്ലുകളെല്ലാം കറക്റ്റ് ആക്കുന്ന ഒരു ന്യൂ മെത്തേഡാണ് ആ ക്ലിയർ അലൈനേഴ്സ് ഉള്ളത്. ഇപ്പോൾ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ പുറത്ത് വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ UK, US പല രാജ്യങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ് മലയാളികൾ. അപ്പോൾ ആ രാജ്യത്തുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കോസ്റ്റ്ലിയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് നോക്കുന്ന നേരത്ത് അങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ക്ലിയർ അലൈനേഴ്സ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് പ്ലാൻ ഇവിടെ നിന്ന് ചെയ്തിട്ട് അവർക്ക് സെൽഫായിട്ട് തന്നെ യൂസ് ചെയ്ത് കറക്ഷൻ ചെയ്ത് വരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു ന്യൂ മെത്തേഡാണ്, ഭയങ്കര യൂസർ ഫ്രണ്ട്ലി. അതെ 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 അതെ. ഓക്കെ, അപ്പോൾ ഈ ക്ലിയർ അലൈനേഴ്സ് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഏജ് ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി ഒരു ഏജ് ലിമിറ്റ് ആയിട്ടില്ല. നമുക്ക് നമ്മുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും മോണയുടെയും ഒക്കെ ആരോഗ്യം അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിന് പ്രീ ആയിട്ട് നമ്മൾ എക്സ്റേ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പല്ലുകളെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, എല്ലാം ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ പ്രായം ഒരു പ്രശ്നമല്ല. ഏത് ഏജിലുള്ള ആൾക്കാർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് മാത്രമല്ല, ഇപ്പോൾ കിഡ്സിന് വരുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളിൽ ഒത്തിരി നിരതെറ്റി വരുന്ന ഒരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു ഏജ് ആവാതെ ഒരു 15 വയസ്സാവുന്നവരെ മുന്നേക്ക് വെയിറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പം ഈ കിഡ്സ് അലൈനേഴ്സ് യൂസ് ചെയ്തിട്ട് ചെറുപ്പത്തിൽ തന്നെ നമുക്കത് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. ഓക്കെ, ഇപ്പൊ കുറെ പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലത്തെ പല്ലിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്. അപ്പൊ അത് സ്ഥിരമായിട്ട് നമുക്ക് അടയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ? അത് നമ്മുടെ ഏത് ഏജ് ഗ്യാപ്പിലാണ്, ഏത് ഏജ് ഗ്രൂപ്പിലാണ് വരുന്നതെന്ന് നോക്കിയിട്ട് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് വഴിയും അലൈനേഴ്സ് വഴിയും നമുക്ക് ക്ലിയർ ചെയ്ത് നമുക്ക് ഗ്യാപ്പ് അടച്ചെടുക്കാൻ പറ്റും. പിന്നെയുള്ള മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെന്റൽ ക്രൗൺസ് ആൻഡ് ബ്രിഡ്ജസ്, ക്രൗൺസ് യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഓൺ മോർ ഈസ് ദ വെനീസ് എന്ന് പറയും. അത് നമ്മൾ ഒരു തിൻ ലെയർ ഓഫ് മെറ്റീരിയലാണ്. അത് നമ്മൾ പല്ലിൽ വെച്ച് നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ സ്മെൽ, നമ്മളൊരു ഹോളിവുഡ് സ്മെൽ മേക്ക് ചെയ്യുന്നത് പോലെ നമുക്ക് മേക്ക് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വെനീസ്, ക്രൗൺസ് ആൻഡ് അലൈനേഴ്സ്, ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്സ്, ഇങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് പെർമനൻ്റ് ആയിട്ട് മാറ്റുന്നതിന്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോസ്റ്റ്ലി ആണോ ഡോക്ടർ? കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ പേഴ്സൺ. ഇപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരാൾക്ക് അതൊരു കോസ്റ്റ്ലി ആയിട്ട് വരത്തില്ല. നമ്മളൊരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇതിനു വേണ്ടിയും നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ആ ഒരു രീതിയിൽ നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. താരതമ്യേന ഡെന്റൽ ട്രീറ്റ്മെൻറ്റ്സ് ആ ലൈക്ക് പേയബിൾ, നമുക്കത് ഓക്കെ. അപ്പോൾ ഇതൊക്കെ പെർമനന്റ് ആണല്ലേ? നമ്മൾ എപ്പോഴും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലൈഫ് ലോങ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ക്രൗൺസ്, വെനീസ് ആൻഡ്
ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ്സ് ആൻഡ് അലൈനേഴ്സ് ഇതെല്ലാം പെർമനന്റ് ആണ്, ഇതെല്ലാം പെർമനന്റ് സൊല്യൂഷൻസ് ആണ്. ഇനി നമുക്ക് ടെമ്പററി ആയിട്ട് ചെയ്യുന്ന ഒരു ടെമ്പററി എന്ന വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, എന്നാൽ ഇത്രത്തോളം സ്ട്രോങ് അല്ലാത്തൊരു മെത്തേഡ് ഉണ്ട്, കോമ്പോസിറ്റ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. അതൊരു ഫില്ലിംഗ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മുടെ ആ ഗ്യാപ്പ് ക്ലോസ് എടുക്കുന്നതാണ്. അതിന് ഇത്രത്തോളം ഡ്യൂറബിലിറ്റി ഉണ്ടാകത്തില്ല. ഡോക്ടർ, ഇനി സ്മൈൽ കറക്ഷനെ പറ്റിയിട്ടുള്ള ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ഡെന്റിസ്ട്രിയിൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഈ സ്മൈൽ കറക്ഷൻ എന്നുള്ളത്. സ്മൈൽ കറക്ഷൻ അത് ബേസ്ഡ് ഓൺ ദ പേഷ്യൻ്റ് ആൻഡ് കേസ് ആണ്. അത് എന്ത് രീതിയിലുള്ള കറക്ഷനാണ് വേണ്ടത് എന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ സ്മൈൽ കറക്ഷൻ വരുന്നത്. നമുക്ക് ചില ആൾക്കാരിൽ സ്പേസ് ആയിരിക്കും പ്രശ്നം, ചിലർക്ക് മോണ രോഗങ്ങൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ചില ആൾക്കാരിൽ ഉന്തിയ പല്ലുകളായിരിക്കും, ക്രൗഡഡ് ആയിട്ടുള്ള പല്ലുകളായിരിക്കും. ചിലർക്ക് നീളം കുറവെന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരിക്കും, പല്ലിന് നീളം കുറവെന്നുള്ളൊരു കംപ്ലൈൻ്റ് ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് കംപ്ലൈൻറ്റ്സ് ആയിരിക്കും ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ ആ ആളുടെ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് നോക്കി അതിനനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിന് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാ മെത്തേഡ്സും നമുക്ക് യൂസ് ചെയ്യാം. ക്രൗൺസ് യൂസ് ചെയ്യാം, ക്രൗൺ ലെങ്തനിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. വെനീസ് യൂസ് ചെയ്യാം, ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യാം. ഇതെല്ലാം കമ്പൈനായിട്ട് നമുക്ക് ചെയ്യാം. കമ്പൈനായിട്ട് ചെയ്യുമ്പോഴേക്കും അതൊരു പ്രോപ്പർ സ്മൈൽ കറക്ഷൻ എന്നുള്ള ഒരു വേയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം യൂത്ത് ആയിരുന്നാലും കുട്ടികളായിരുന്നാലും എല്ലാവരും ഒരുപോലെ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കോൺഫിഡൻസ് കുറവ്. ഈ പല്ലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇഷ്യൂ കാരണം ചിരിക്കാൻ പോലും മര്യാദയ്ക്ക് അല്ലെങ്കിൽ സംസാരിക്കാൻ പോലും കോൺഫിഡൻ്റ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ കുട്ടികൾ നിൽക്കുന്നുണ്ട്. അപ്പം ഇപ്പം അതിന് ഒരുപാട് വഴികളുണ്ടല്ലേ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ മുന്നേയൊക്കെ നേരിടുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ വന്ന കാലത്ത് നേരിടേണ്ട ആവശ്യമില്ല. ഡെന്റിസ്ട്രി അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ലോങ് പീരീഡ് ആയിട്ടുള്ള നമുക്ക് തീർക്കുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും നിങ്ങൾക്ക് അതിനെല്ലാം ട്രീറ്റ്മെൻറ്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഭയങ്കര വലിയൊരു കാര്യമാണല്ലേ. കുട്ടികൾ മൊത്തം ഒരു ശരിക്കും ഒരു ഇൻഡിവിജ്വലിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് തന്നെ അത് വലിയൊരു കാര്യമാണ്. ഒരു ആളുടെ അപ്പിയറൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ അയാളുടെ ചിരി സത്യം ആണ്. അപ്പോൾ ആ ചിരി നമ്മൾ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് തന്നെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാവും, ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവും, ബിഗ് അച്ചീവ്മെന്റ്സ് പലരും നേടുന്നുണ്ട്. അപ്പോൾ ചിരി എപ്പോഴും ബെറ്റർ ആക്കി വെക്കാൻ നമ്മളിപ്പോൾ ഡെന്റിസ്ട്രി ഇപ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആണ്. ഇപ്പൊ കമ്പി ഇടുന്നൊന്നും ഇപ്പൊ അങ്ങനെ കാണുന്ന കൂടി ഇല്ല, അധികം ഭയങ്കര കുറവാണ്. കമ്പി ആക്ച്വലി ഔട്ട്ഡേറ്റഡ് അല്ല, കമ്പി നമുക്ക് അത്യാവശ്യമാണ്. എല്ലാ കേസും നമുക്ക് അലൈനേഴ്സിൽ മാനേജ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കമ്പി ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലിക്കേറ്റഡ് കേസുകളിൽ ഇന്നും കമ്പി തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കമ്പി ഇടുന്നതിന് കമ്പാരിറ്റീവ്ലി ഇറ്റ്സ് അഫോർഡബിൾ. അതെ, പീപ്പിൾസ് ആർ ചൂസിങ്. ഡോക്ടർ, ഈ ഗമ്മി സ്മൈൽ എന്താണ്? ഗമ്മി സ്മൈൽ ചില ആൾക്കാർ ചിരിക്കുമ്പോൾ മോണ ഭയങ്കരമായിട്ട് പുറത്ത് കാണുന്നു, പല്ലിന് നീളം കുറവായിരിക്കും, മോണ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണും. അതാണ് ഗമ്മി സ്മൈൽ. തീർച്ചയായിട്ടും അതൊരു ബേസ്ഡ് ഓൺ ദ പേഷ്യന്റ്. ലൈക്ക് ചില ആൾക്കാരിൽ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഓർത്തോഡോണ്ടിക് കറക്ഷനിലൂടെ നമ്മൾ പല്ല് കറക്റ്റ് ചെയ്തിട്ട് ബാക്കി എക്സ്ട്രസ് വരുന്ന ഗം ആ പോർഷൻ നമ്മൾ കോണ്ടൂർ ചെയ്ത് അതിനെ റിമൂവ് ചെയ്ത് കളയുന്നു. ലേസർ ട്രീറ്റ്മെന്റ് നമ്മളല്ലാതെ തന്നെ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് നൈഫ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർജൻ ആണെങ്കിൽ വി ക്യാൻ മേക്ക് എ ബ്യൂട്ടിഫുൾ സ്മൈൽ വിത്ത് ദ നൈഫ്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് റൂട്ട് കനാൽ. എനിക്ക് തോന്നുന്നു കുറെ എപ്പോഴും മിക്കവാറും ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റൂട്ട് കനാൽ. അപ്പൊ അതിനെ പറ്റിയിട്ട്, ആ പ്രൊസീജിയറിനെ പറ്റിയിട്ടൊന്ന്. തീർച്ചയായും നമ്മുടെ പല്ലെന്ന് പറഞ്ഞ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. അതായത് നമ്മൾ ഭക്ഷണം കടിച്ചു മുറിച്ച് കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ്, ഹാർഡസ്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ ബോഡിയോട്ട് കണക്ട് ചെയ്ത് നിർത്തുന്നത് ഈ പല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള പൾപ്പ് എന്ന് പറഞ്ഞ ഒരു ലെയറാണ്. നമ്മുടെ ആ പല്ലിലെ ഞരമ്പുകളെല്ലാം, നെർവ്സ് എല്ലാം വന്ന് എൻഡ് ചെയ്യുന്നത് ഈ പൾപ്പിലാണ്. അപ്പോൾ അതിന് ആ പൾപ്പിരിക്കുന്ന കനാൽസ് ആണ് ആക്ച്വലി റൂട്ട് കനാൽ. നമ്മൾ മുന്നേ നമ്മുടെ പല്ലിൽ ബ്ലാക്ക് ഡോട്ട്സ് വന്ന് കേട് വരാറുണ്ട്. ഈ കേട് വന്ന് നമ്മൾ ആദ്യത്തെ പല്ലിൻ്റെ 2 ലേയേഴ്സ് ഉണ്ട്, ഇനാമൽ ആൻഡ് ഡെന്റിൻ. ഈ ഇനാമലിനെയും ഡെന്റിനെയും ബാധിച്ച് അതിന് പിന്നെയും ഉള്ളിലോട്ട് ഡീപ്പ് നമ്മൾ ട്രീറ്റ് ചെയ്യാതിരുന്ന്, നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യാതിരുന്ന് അതിനുള്ളിലോട്ട് വന്നിട്ട് ആ പൾപ്പിലെത്തുമ്പോഴാണ് നമുക്ക് ഈ സിവിയർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പെയിൻ വന്നു കഴിഞ്ഞാൽ മുന്നേയൊക്കെ ആണെങ്കിൽ എടുത്തു കളയുന്നുള്ള ഓപ്ഷനാണ്. അതെ, ഇപ്പോൾ ഈ പോഡ് എന്ന് പറയുന്നത് വന്നിട്ട് പെയിൻ വരും. അപ്പോൾ ആ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ
എക്സ്ട്രാക്ട് ചെയ്ത് കളയുക, അല്ലാന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പൾപ്പിനെ നമ്മൾ ഒരു പ്രൊസീജിയർ വഴി റിമൂവ് ചെയ്തിട്ട് അവിടെ ഒരു മെഡിസിനൽ മെറ്റീരിയൽ വെച്ച് ഫില്ല് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ അതിനെ ഒരു ക്രൗൺ എന്നുള്ള ഒരു സംഭവം വെച്ച് പ്രൊട്ടക്ട് ചെയ്ത് ആ പല്ലിനെ വെക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്രൗൺ വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ദ കേസസ്, മിക്ക കേസുകളിലും വേണ്ടി വരും. കാര്യം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കേടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഡീപ്പായിട്ടായിരിക്കും ആൾക്കാർ, ഒത്തിരി ഒരു നല്ലൊരു പോർഷൻ പല്ലിൻ്റെ പോയിട്ടായിരിക്കും ആൾക്കാർ ക്ലിനിക്കിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ആ പല്ലിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഈ ക്രൗൺ അത്യാവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ പൊട്ടിപ്പോകാനും ആ പല്ലിൽ ക്രാക്ക് വരാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ ക്രൗൺസ് കൊടുക്കുന്നത്. ഒരു പല്ല് നഷ്ടപ്പെട്ടു പോലെ അതെങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? നമുക്ക് പല രീതിയിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ അറിയേണ്ടത് ആ പല്ല് നഷ്ടപ്പെട്ടതിൻ്റെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യകതയാണ്. നമ്മൾ ചവയ്ക്കുന്നതിനും നമ്മുടെ ഫേഷ്യൽ സിമെട്രി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ഫേഷ്യൽ മസിൽസിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് പല്ല് വേണം. ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്യേണ്ടതൊരു മാൻഡേറ്ററിയാണ്. ഇപ്പോൾ നമ്മൾ ടൈറ്റ് പാക്കിലാണ് നമ്മൾ പല്ലിരിക്കുന്നത്. അവിടെ നമ്മൾ ഉള്ളിലത്തെ ഒരു അണപ്പല്ല് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കും. ആ നഷ്ടപ്പെട്ട വിഭാഗത്തോട്ട് ഭാവിയിലേക്ക് തൊട്ടപ്പുറം ഇപ്പുറം ഇരിക്കുന്ന പല്ലുകൾ മൂവ് ചെയ്യും, മേളിലത്തെ പല്ല് മൂവ് ചെയ്യും. സപ്പോസ് നമ്മൾ താഴത്തെ പല്ലാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് ഈ പല്ല് റീപ്ലേസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിൽ പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ സിംഗിൾ ടൂത്ത്, മൾട്ടിപ്പിൾ ടൂത്ത് ഒക്കെ ആണെങ്കിൽ ഡെന്റൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. തൊട്ട് അടുത്തിരിക്കുന്ന പല്ലുകൾ ചേർത്ത് നഷ്ടപ്പെട്ടു പോയ ഭാഗത്തേക്ക് ക്രൗൺസ് വെച്ച് ബ്രിഡ്ജ് നമ്മൾ ചെയ്തെടുക്കുന്നതാണ്. അതൊരു മെത്തേഡാണ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ്. നമുക്ക് തൊട്ടടുത്തിരിക്കുന്ന പല്ലുകൾ ചേർത്ത് നമ്മൾ ആ ഒരു ബ്രിഡ്ജ് മേക്ക് ചെയ്ത് ആ രീതിയിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. പിന്നെ നമുക്ക് ഏറ്റവും ഈ തൊട്ടടുത്തിരിക്കുന്ന പല്ലുകളെ ഹാം ചെയ്യാതെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡെന്റൽ ഇംപ്ലാന്റ്സ്. നഷ്ടപ്പെട്ട പോയ ഭാഗത്തേക്ക് ഒരു ഇംപ്ലാന്റ്, ഒരു ടൈറ്റാനിയം സ്ക്രൂ നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മൾ അതിലോട്ട് എല്ലിലോട്ട് ഇറക്കി വെക്കുന്നു. ആ എല്ലിലോട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ക്രൗൺ വെക്കുന്നു. അങ്ങനെ നമുക്ക് ഈ ക്രൗൺ എന്ന് പറഞ്ഞ പല്ല കേട്ടോ, നമ്മൾ ഒരു മേക്ക് ചെയ്യുന്ന ആ ക്രൗൺ പോർഷനാണ് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ പല്ല് റീപ്ലേസ് ആയി. ഇത് ഏജ് ഒരു ഫാക്ടറാണോ? അത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഏജും ഒരു ഫാക്ടർ അല്ല, നമ്മുടെ ഹെൽത്ത് കണ്ടീഷനാണ് നമുക്ക് ഫാക്ടറായിട്ട് വരുന്നത്. തൊട്ടടുത്തിരിക്കുന്ന പല്ലുകൾക്ക് ഈ പല്ലിനെ റീപ്ലേസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് വേണം. അതിന് മോണരോഗം നമുക്ക് പാടില്ല, നമുക്ക് എല്ലുകൾക്ക് തേയ്മാനം ഒത്തിരി പാടില്ല, ബലമുള്ള പല്ലുകളായിരിക്കണം. ഹെൽത്തി ആയിട്ട് നമ്മൾ ഓറൽ ക്യാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മളത് റീപ്ലേസ് ചെയ്യണം. പിന്നെ വേറെ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒത്തിരി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കേസുകളിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എടുത്തു മാറ്റാൻ പറ്റുന്ന റിമൂവബിൾ അപ്ലയൻസസ് എന്ന് പറയും. ആ എടുത്തു മാറ്റുന്ന പല്ല് നമുക്ക് വയ്ക്കാൻ പറ്റും. ഈ എടുത്തു മാറ്റുന്ന പല്ലുകൾക്ക് ഇപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. പണ്ട് ആയിരുന്നെങ്കിൽ നോർമൽ അക്രലിക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണ്, ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വന്നത്. ഇപ്പോൾ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ കൂടെ വന്നിട്ടുണ്ട്. മച്ച് മോർ കംഫർട്ടബിൾ ആണ് ദാൻ അക്രലിക്. അപ്പം അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഇപ്പോൾ ഒത്തിരി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള കേസുകളിൽ നമുക്ക് സ്ഥിരമായിട്ട് ഉറപ്പിച്ച് വയ്ക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉറപ്പുള്ള കേസുകളിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ പല്ല് ഫ്ലെക്സിബിൾ ടീത്തും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു പല്ല് പൊക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന്റെ അലൈൻമെന്റ് ഒക്കെ മാറുമല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ചവയ്ക്കുന്ന രീതി മാറും. നമ്മൾ ഇന്നോ നാളെ എന്നല്ല, ഗ്രാജുവലി അത് സംഭവിക്കും. നമ്മൾ പണ്ടത്തെ അമ്മമാർക്ക് പല്ലില്ല എന്നുള്ള ഒരു ചരിത്രം നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അന്നില്ലായിരുന്നു. അന്ന് ആ തുടക്കത്തിൽ ഇവർക്ക് അസുഖങ്ങൾ വന്ന് തുടങ്ങുന്ന സമയത്ത്, ഈ മോണരോഗങ്ങൾ വരുന്ന സമയത്ത്, പല്ലുകൾക്ക് കേടുവരുന്ന സമയത്ത് അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് റിട്ടേൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആൾക്കാരിൽ ലൈഫ് ലോങ് പല്ലുണ്ടാവും. അവർക്ക് ഭക്ഷണം ചവച്ചുകൊണ്ട് തന്നെ അവരുടെ ഏത് കാലഘട്ടത്തിലും നമുക്ക് ജീവിക്കാം. അതെ ഡോക്ടർ, അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൗൺസ് ഏതൊക്കെയാണ്? ക്രൗൺസ് നമ്മുടെ പ്രയോറിറ്റി വെച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്രൗൺസ് ഇന്ന് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ന്യൂ ഇയർ ഡെന്റിസ്ട്രിയിൽ എസ്തെറ്റിക്സിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഗോൾഡൻ ക്രൗൺ എന്ന് കേട്ടിട്ടില്ലേ? സ്വർണ്ണപ്പല്ല്, അതൊരു ക്രൗൺ ആണ്, അതൊരു ടൈപ്പാണ്. അതിന്റെ തന്നെ മെറ്റൽ ക്രൗൺ ഉണ്ട്. നമ്മൾ അതിൽ തന്നെ ഇത് രണ്ടും ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നില്ല. ഗോൾഡ് ക്രൗൺ ഒക്കെ അത്രയും പ്രയോറിറ്റി പറഞ്ഞു വരുന്ന ആൾക്കാരിൽ സ്റ്റിൽ ഇറ്റ്സ് മേക്കിംഗ് പോർസിലിൻ ഫ്യൂസ്ഡ് മെറ്റൽ. ഒരു മെറ്റൽ സ്ട്രക്ചർ അതിന്റെ ഉള്ളിലുണ്ടാവും. അതിന്റെ മുകളിൽ പല്ലിന്റെ കളർ ഒരു ലെയർ ചെയ്തെടുക്കുന്ന ഒരു പ്രൊസീജിയറാണ്. അത് നമ്മൾ ട്രഡീഷണലി കുറച്ചു കാലമായിട്ട് ഉള്ള ഒരു ടൈപ്പാണ്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് വരുന്നത് സിർക്കോണിയ ക്രൗൺസ് ആണ്. നമ്മൾ എസ്തെറ്റിക്സിനും ഫ്രണ്ടിലൊക്കെ പോർഷനിലൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്നത് സിർക്കോണിയ ക്രൗൺസ് ആണ്. അതിന്റെ പെർഫെക്ഷനും ഡ്യൂറബിലിറ്റിയും ഇറ്റ്സ് ഡിഫറെന്റ്. അതിന് മെറ്റലൊന്നും വരത്തില്ല. അത് ലൈക്ക്
ഒരു ഹാർഡ് സബ്സ്റ്റൻസ് ആണ്. നമ്മളത് ഒത്തിരി കാലം വാറണ്ടി ലഭിക്കുന്ന ലൈക്ക് അങ്ങനത്തെ ഒരു അത്രത്തോളം വാറണ്ടി ലഭിക്കുന്ന ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് സിർക്കോണിയ ക്രൗൺസ്. ഈ പോർസലിൻ നമ്മൾ PFM ക്രൗൺസ്, അതായത് മെറ്റൽ സെറാമിക് ക്രൗൺസ് കമ്പയർ ടു സിർക്കോണിയ ഇറ്റ്സ് ചീപ്പ്. പക്ഷെ ഇതിനൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇതൊരു മെറ്റലിൻ്റെ പുറത്ത് പല്ലിൻ്റെ കളർ ചേർത്തെടുക്കുന്നതാണ്. ഇൻ ഫ്യൂച്ചർ നമ്മൾ ഒത്തിരി കാലമൊക്കെ കഴിയുമ്പോഴേക്കും അത് ആ മെറ്റൽ നമ്മുടെ ആ പല്ലിൻ്റെ നിറമുള്ള ഭാഗം ഇളകിപ്പോകാനുള്ള ഒരു സാധ്യത അതിനുണ്ട്. നമ്മളിപ്പോൾ അതിനെ ഓവർകം ചെയ്തിട്ട് ഒരു ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു മെറ്റീരിയലാണ് സിർക്കോണിയ ക്രൗൺസ്. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സിർക്കോണിയ ക്രൗൺസ് യൂസ് ചെയ്യാനാണ്. സിർക്കോണിയ ക്രൗൺസ് ആകുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള നമ്മൾ കംഫർട്ട് ഡിഫറെൻറ്റ്. പക്ഷെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഈ പറഞ്ഞ ഗോൾഡ് ആണെങ്കിലും മെറ്റലാണെങ്കിലും PFM ആണെങ്കിലും ഏത് വെച്ചുകൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ബെസ്റ്റ് ഈ സിർക്കോണിയ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ സജസ്റ്റ് ചെയ്യുന്നത് സിർക്കോണിയ. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു രോഗിക്ക് എല്ലാ പല്ലുകളും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ഫിക്സ്ഡ് പല്ല് നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ചില ആൾക്കാരിൽ പല സാഹചര്യം കൊണ്ട് പല കാലത്തിൽ നമുക്ക് പല്ലുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ ഒത്തിരി പല്ലുകൾക്ക് പോയി ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ ഒരു ഏജ് ആകുമ്പോഴേക്കും പല്ലുകൾ മുഴുവൻ പോകും, അതിൽ പല്ലേ കാണത്തില്ല. ഇങ്ങനെയുള്ള ആൾക്കാരിൽ നമുക്ക് ഇന്ന് ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഡെഞ്ചേഴ്സ് കൊടുക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞ ആ മെറ്റീരിയൽ ബോണിൽ സപ്പോർട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് പല്ല് നാച്ചുറലായിട്ട് അവർക്ക് സംസാരിക്കാനും ചിരിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ ഇംപ്ലാന്റ് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈം ഒരു അപ് ടു 55 years നമ്മൾ ഹാർഡ് വർക്ക് ആയിരിക്കും. നമ്മുടെ ഹെൽത്തിന് പലർക്കും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അന്നേരം ചെയ്യാൻ പറ്റത്തില്ല. ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത് അവരന്ന് അതിന് വേണ്ടിയിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഓട്ടമായിരിക്കും. അന്നേരം ഈ പല്ലിന് കെയർ കൊടുക്കാൻ പറ്റാതെ പലർക്കും പല്ല് നഷ്ടപ്പെട്ടു പോകാറ്. റിട്ടയർഡ് ലൈഫിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ പല്ല് കംപ്ലീറ്റ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതെ. ഈ ഡെന്റൽ ഇംപ്ലാന്റ്സിനെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും. നമ്മുടെ പല്ല് നഷ്ടപ്പെട്ടു പോയ ഭാഗത്ത് റീപ്ലേസ് ചെയ്യുന്ന ഒരു ന്യൂ മെത്തേഡാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ് എന്നുള്ളത്. അതൊരു ടൈറ്റാനിയം സ്ക്രൂ നമ്മുടെ ബോണിലോട്ട് ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പല്ല് വയ്ക്കുന്ന ഒരു മെത്തേഡാണ് ഡെന്റൽ ഇംപ്ലാന്റ്സ്. ഇന്നത് 2 ടൈപ്പ് വരുന്നുണ്ട്. 2 ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോൺ സ്ട്രക്ചർ കുറഞ്ഞ ആൾക്കാരിലോട്ട് ബേസിൽ ഇംപ്ലാന്റ്സ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് വരുന്നുണ്ട്. നമുക്കത് ഉള്ളിലോട്ടുള്ള ബോണിലോട്ട് ഇറക്കി വെച്ച് ബോൺ സപ്പോർട്ട് കുറഞ്ഞ ആൾക്കാരിലും നമുക്ക് ഈ ഇംപ്ലാന്റ് ഫിക്സ് ചെയ്യാൻ പറ്റും. പല്ല് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ബേസിൽ ഇംപ്ലാന്റ്സിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിത്തിൻ 1 week നമുക്ക് പല്ല് വയ്ക്കാൻ പറ്റും. നോർമൽ ട്രഡീഷണൽ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ഇംപ്ലാന്റ്സ് ആണ്. ഈ ഇംപ്ലാന്റ്സ് വരുന്നിട്ട് നമ്മൾ ബോണിലോട്ട് ഈ ഇംപ്ലാന്റ് ഇറക്കി വെക്കുന്നു. നമ്മളൊരു 3 to 6 months വെയിറ്റ് ചെയ്യുന്നു നമ്മൾ ബോണുമായിട്ട് ഈ മെറ്റീരിയൽ ഒന്ന് ഫ്യൂസ് ചെയ്ത് വരാനായിട്ട്. ഈ ഒരു പീരീഡിൽ നമ്മൾ ബോണായിട്ട് ഫ്യൂസ് ചെയ്ത മെറ്റീരിയൽ വന്നിട്ട് അതിന് ശേഷമായിരിക്കും നമ്മൾ ഈ പല്ല് വെക്കുന്നത്. ആ ഒരു ടൈമിൽ നമ്മൾ ഒരു ടെമ്പററി ക്രൗൺ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ, വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ പല്ലുകൾ ഇടുങ്ങി നിലതെറ്റി വളർന്നാൽ അതെന്ത് ചെയ്യും? നമ്മൾ ബേസ്ഡ് ഏജ് ആണ് നമ്മൾ ഈ കൊച്ചു ക്വസ്റ്റ്യന് ഉത്തരം പറയേണ്ടത്. ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കും. അവൾ ഏത് ഏജിലാണ് നമ്മുടെ അടുത്ത് വരുന്നതെന്ന് നോക്കും. ഇപ്പോൾ ഒരു ഗ്രോയിങ് ഏജിലുള്ള കുട്ടികളാണ് എങ്കിൽ നമ്മൾ എക്സ്റേസ് വെച്ച് പരിശോധിച്ചിട്ട് അവരുടെ ബോൺ അവർക്ക് സ്പേസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. ഈ ബോൺ സ്പേസ് കുറവായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതിൻ്റെ ബോൺ ആ ഒരു ആർച്ച് വൈഡനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ബോണിൽ സ്പേസ് ഉണ്ടാക്കിയിട്ട് ആ സ്പേസിലോട്ട് പല്ലുകൾക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും. ഈ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹൈറാക്സ് എന്നുള്ളൊരു മെറ്റീരിയലാണ് നമ്മൾ അപ്ലയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോൺ സ്പേസ് ഉണ്ടാക്കിയിട്ട് നമ്മൾക്ക് ക്രൗഡിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നോർമലായിട്ടുള്ള ആർച്ച് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലാണെങ്കിൽ നമ്മൾ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പിയിട്ട് ശരിയാക്കാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ അലൈനേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് അലൈനേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ക്രൗഡിങ് ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെയുള്ളത് നമുക്ക് ക്രൗൺസ് വെച്ചിട്ട് പോസിബിൾ ആയിട്ടുള്ള കേസുകളിൽ ക്രൗൺസ് യൂസ് ചെയ്ത് നമുക്ക് ആർച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ഒത്തിരി ക്രൗഡായിട്ട് ഇരിക്കുന്ന പല്ലുകളാണെങ്കിൽ വെള്ളം താഴേക്ക് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൗൺസ് യൂസ് ചെയ്ത് ആ പല്ലിന് അതിൻ്റെ മുകളിൽ നമുക്ക് അതിന് തന്നെ ചെറുതാക്കി അതിൻ്റെ മുകളിൽ നമ്മളൊരു ക്രൗൺസ് നമ്മൾ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്രൗഡിങ് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു പ്രോപ്പർ സ്മൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡോക്ടർ, ഇത്രയും വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻസ് എല്ലാം ഭയങ്കര സിമ്പിളായിട്ട് ക്ലിയർ ചെയ്ത് തന്നതിന് വെരി താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള കുറേ സംശയങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ക്ലിയർ ചെയ്ത് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ.
ഇനി എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. പല്ലുകളുടെ സംരക്ഷണവും ആരോഗ്യവും ചെറിയ പ്രായം തൊട്ട് എല്ലാ പ്രായത്തിലും മെയിൻറ്റെയിൻ ചെയ്യുക. പല്ലുകൾ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. നന്നായി ചിരിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.